ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾ ½ kg ആണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം പഞ്ചസാര പൊടിച്ചതിന് ശേഷം മുട്ടയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. മുട്ട അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ലൈറ്റ് കൊക്കോ പൗഡറാണ്. ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കേക്കിന് കളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്താൽ മതിയാവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിൽക്ക് പൗഡർ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാതെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് വഴി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ആണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 അടപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്കൊരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എനിക്ക് സ്പാച്ചിലേക്കാട്ടിലും ഹാൻഡ് വിസ്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ തന്നെ അവസാനിപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ചിലപ്പോൾ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക, കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു നല്ല അലുമിനിയം പാത്രത്തിലോ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്കിലേ നല്ലപോലെ കേക്ക് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കേക്ക് അവിടെ നിന്ന് ഇവിടുന്നായിട്ടൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് വെച്ച് നമുക്ക് അതിലേക്ക് മിക്സ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ ലെയറായിട്ട് നമുക്ക് ക്രീം വെച്ച് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഞാൻ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെറീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ ലെയർ വെച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ക്രീം വെച്ച് കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാനൊരു 3 ലെയറാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി എല്ലാ ഭാഗത്തുമായിട്ട് കവർ ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം ബാക്കിയുള്ള ക്രീം കൂടി തേച്ച് ഞാൻ ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ബാക്കി ഞാൻ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറീസ് വെച്ച് കൊടുക്കാം. നടുക്ക് എന്തെങ്കിലും പേര് എഴുതാനോ എന്തെങ്കിലും ഡിസൈനോ ചെയ്യാം. ഞാൻ നടുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാത്തി ഫാറു, ധന്യ ജയൻ, ഫൺ വിത്ത് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്, ശിവനന്ദ, ബാസിൽ, ദേവിക, ഹബീബ, ഫുഡ് ടൈം, ദിവ്യ രാജേഷ്, ദേവൂസ് ഗാലറി, ഫാത്തിമ, വ്ലോഗർ റിഫ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പേര് വിട്ട് ഒരു കമൻറ്റ് ചെയ്യണേ.